മിച്ചുമാനെ, മിച്ചുമാനെ. അടുത്ത ആഴ്ച നീ തിരിച്ചു പോകും. പിന്നെ അടുത്ത അവധി വരും വരെ ഞാൻ കാത്തിരിക്കണം അല്ലേ മോനെ? ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അബ്ബയ്ക്ക് വല്ലാത്ത ഭയമാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒന്നുണ്ട്. അതെന്താണെന്നറിയോ മോനെ? അറിയില്ല. മതവിദ്വേഷം. എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനുമാണ് എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ പരിപാവന സന്ദേശങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചു വർഷങ്ങളായി അത് നടക്കുന്നുണ്ട്. ഞാനും ജോർജും നാരായണൻകുട്ടിയൊക്കെ ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് ഞങ്ങൾക്കിടെ ജാതിയും അതൊന്നുമില്ലായിരുന്നു. ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും ഞങ്ങളെല്ലാ സുഹൃത്തുക്കളും പരസ്പരം വീടുകളിലേക്ക് പോയി അവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എന്നെ അവരെല്ലാം കൊണ്ടുപോകുമായിരുന്നു. അത് ഈ നാടിൻ്റെ ഒരു സൗഭാഗ്യമായിരുന്നു. ഇപ്പം അതൊക്കെ ഇല്ലാതാകുന്നുണ്ടോ എന്നൊരു ഭയം. മിച്ചുമോനെ, ജീവിതം ഒരു വലിയ പാഠമാണ്. ഈ കടൽ പോലെ എത്ര പഠിച്ചാലും തീരാത്ത പാഠം. സൂക്ഷ്മത വേണം ജീവിതത്തിൽ. അബ്ബ എന്തിനാ എന്നെയും കൂട്ടി എപ്പോഴും ഇവിടേക്ക് വരണത്? അബ്ബയ്ക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അബ്ബയ്ക്കെല്ലാം കാണാൻ മോനെ. ഇവിടം കൊണ്ട് ഇവിടെയാണ് ശുദ്ധമായ വായുവും സംഗീതവും എല്ലാം ഉള്ളത്. മിച്ചുവനെ, നീ ആ തിരമാലയും കാറ്റും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കാറ്റേൽക്കുമ്പോൾ അബ്ബ അറിയാതെ മൂളിപ്പോവും. അതൊരു വലിയ ആശ്വാസമാണ്. അതാ മോനെ ഞാൻ എന്നും ഇവിടെ വരുന്നത്. നീ ആ ഗിത്താറൊന്നെടുത്ത് വായിച്ചേ. എനിക്ക് മൂളാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. പാരാകെ സ്നേഹം തന്ന നാഥ, കാത്തിരിപ്പു കാലമേറെ ഞാൻ അഹദവനരുൾ ചെയ്തതും കർമ്മമായേറ്റിടും ഞാൻ. അങ്ങു ചൊന്ന കൽപ്പനകളും പുണ്യമായി ചെയ്തിടും ഞാൻ. പാരാകെ സ്നേഹം തന്ന നാഥ, സമ്പന്നർ നിനച്ചതെല്ലാം നേടിയെടുക്കാൻ ദുരിതങ്ങളേറെ വേണ്ട. സമ്പന്നർ നിനച്ചതെല്ലാം നേടിയെടുക്കാൻ ദുരിതങ്ങളേറെ വേണ്ട. സാധുമർത്യർക്കത് പാഴ്ക്കനവുകൾ മാത്രം, വ്യർത്ഥസ്വപ്നങ്ങൾ മാത്രം, വെറും വ്യർത്ഥസ്വപ്നങ്ങൾ മാത്രം.
പാരാകെ സ്നേഹം തന്ന നാഥ. ഈ ദുനിയാവിലെ സ്നേഹബന്ധങ്ങൾ എങ്ങോ പോയി മറയുന്നു. ഈ ദുനിയാവിലെ സ്നേഹബന്ധങ്ങൾ എങ്ങോ പോയി മറയുന്നു. കാലമായി കാത്ത മൈത്രി കണ്ണിയറ്റു പോകുമ്പോൾ മനസ്സിൽ വിങ്ങലായി മാറുന്നു. ഏറെ ഭീതിയായി മാറിടുന്നു. പാരാകെ സ്നേഹം തന്ന നാഥ, കാത്തിരിപ്പു കാലമേറെ ഞാൻ അഹദവനരുൾ ചെയ്തതും കർമ്മമായേറ്റിടും ഞാൻ. അങ്ങു ചൊന്ന കൽപ്പനകളും പുണ്യമായി ചെയ്തിടും ഞാൻ. മോനെ, അബ്ബ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. നീ ഒരിക്കലും തെറ്റായ മാർഗത്തിലൊന്നും പെട്ടുപോകരുത്. സഹജീവികളാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. അവരോടുള്ള കരുതലായിരിക്കണം എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. എൻ്റെ മോനതെപ്പോഴും ഓർക്കണം കേട്ടാ.